ധ്യാനിക്കുന്ന വചനം ഏറ്റവും അനുഗ്രഹിക്കപ്രദമായിട്ട് അങ്ങ് ഞങ്ങൾക്ക് വിളമ്പി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നമുക്ക് ധ്യാനിക്കാനായിട്ട് 2 ദിനവൃത്താന്തം 34 അധ്യായം അതിന്റെ ഒരു പോർഷൻ എടുക്കാം. ആക്ച്വലി ഈ വചനമല്ല ഞാൻ ധ്യാനിക്കാനായിട്ട് ഞാൻ ചിന്തിച്ചത്. പക്ഷെ കർത്താവ് ഇതാണ് മനസ്സിലാക്കി തന്നത്. നമുക്കിത് വായിക്കാം. 2 ദിനവൃത്താന്തം 2 Chronicles chapter 34 34 അധ്യായം അതിന്റെ 1 തൊട്ട് വായിക്കാം. 1 തൊട്ടുള്ള ചില വാക്യങ്ങൾ വായിക്കാം. ഇത് യോശിയാവ് എന്ന രാജാവിനെ പറ്റിയാ വായിക്കുന്നത്. ഞാൻ ഇത് ചിന്തിച്ചപ്പോൾ ഞാൻ ഏറ്റവും ഈ പഴയ നിയമ കാലത്തെ എല്ലാ രാജാക്കന്മാരിലും വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു ഈ യോശിയാവ്. നമുക്ക് ചില വാക്യങ്ങൾ അദ്ദേഹത്തെ പറ്റി വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. എന്നാൽ അദ്ദേഹത്തിന് വന്ന ഒരു ചെറിയ തെറ്റ് ഏറ്റവും വലിയ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ്, വളരെ വിഷമം നമുക്ക് തോന്നുന്നത് വായിക്കുമ്പം. നമ്മുടെ ജീവിതത്തിലോട്ട് നമുക്കത് അപ്ലൈ ചെയ്യാം. യോശിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 8 വയസ്സായിരുന്നു. 1-ാം വാക്യം. 8 വയസ്സിൽ നമുക്ക് ചിന്തിക്കാൻ വയ്യ. നമ്മുടെ ചേർച്ചിലെ കഴിഞ്ഞ ദിവസം പ്രിയ മകൻ ഇമ്മാനുവലിന് 8 വയസ്സായി. 8 വയസ്സെന്ന് പറഞ്ഞാൽ എത്ര ചെറുത്. ആ സമയത്താണ് അവന് രാജാവായി തീർന്നത്. പക്ഷെ കർത്താവിന് പ്രായമൊന്നുമില്ല കർത്താവിന് നമ്മളെ ഉപയോഗിക്കാനായിട്ടെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. യോശിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 8 വയസ്സായിരുന്നു. അവൻ 31 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ യഹോവയ്ക്ക് പ്രസാദമായിട്ടുള്ളത് ചെയ്തു. തന്റെ പിതാവായ ദാവീദിന്റെ വഴികളിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ നടന്നു. അവന്റെ വാഴ്ചയുടെ 8-ാം ആണ്ടിൽ അവന്റെ യൗവനത്തിൽ തന്നെ അവൻ തന്റെ പിതാവായ ദാവീദിന്റെ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യം. നമുക്ക് ഈ വാക്ക് വെച്ചിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ, നമ്മുടെ മക്കള് ചെറുപ്പത്തിൽ തന്നെ യോശിയാവിനെ പോലെ ആയി തീർക്കണമേ. അങ്ങനെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ ചിന്തിക്കുമായിരുന്നു. 8 വയസ്സായപ്പോ തുടങ്ങി പ്രസാദമായിട്ടുള്ളത് ചെയ്തു. ദൈവം എങ്ങനെ ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. അവൻ അവൻ അവന്റെ യൗവനത്തിൽ തന്നെ പിതാവായ ദാവീദിന്റെ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി. അവിടെയും ഞാൻ ചിന്തിക്കുമായിരുന്നു, ദാവീദ് ഏറ്റവും യോശിയാവിനെ പോലെ പോലും നടന്ന മനുഷ്യനല്ല, തെറ്റുകൾ ചെയ്ത മനുഷ്യനാ. പക്ഷെ എന്നിട്ടും ദൈവം പറയുന്നത് ദാവീദിന്റെ ദൈവത്തെ. എത്ര അനുഗ്രഹിക്കുക. അതായത് ഞാൻ ഓർക്കുമായിരുന്നു, തെറ്റ് ചെയ്യുമ്പോൾ ക്ഷമിക്കുന്ന ദൈവം മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഫുള്ളായിട്ട് ക്ഷമിച്ച് പഴയത് മറന്നു കളയുന്ന ദൈവം. ആ ദൈവത്തെ അവൻ അന്വേഷിക്കാൻ തുടങ്ങിയത്. 12-ാം ആണ്ടിൽ അവൻ പൂജാഗിരികളെയും അശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും നീക്കി യഹൂദയെയും യെരൂശലേമിനെയും വെടിപ്പാക്കുവാൻ തുടങ്ങി. ഈ രാജാവ് ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും, ആ ചാപ്റ്റർ മുഴുവൻ വായിക്കാൻ നമുക്ക് സമയമില്ലല്ലോ. ഒത്തിരി കാര്യങ്ങൾ അവൻ ചെയ്യുക. ഓരോരോ കാര്യമായിട്ട് നമുക്കൊന്ന് വായിക്കാൻ പറ്റുന്നത്രയും വായിക്കാം. 4-ാം വാക്യം. അവൻ കാൺകെ അവർ ബാൽ വിഗ്രഹങ്ങളെയും ബലിപീഠങ്ങളെയും ഇടിച്ചു കളഞ്ഞു. അവയ്ക്ക് മീതെയുള്ള സൂര്യസ്തംഭങ്ങളെ അവൻ വെട്ടിക്കളഞ്ഞു. അശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും തകർത്ത് പൊടിയാക്കി. എന്തൊരു ധൈര്യം അവൻ ദൈവത്തിൽ നിന്ന് വിചാരിക്കുമായിരുന്നു. അവയ്ക്ക് ബലി കഴിച്ചവരുടെ കല്ലറകളിന്മേൽ വിതറിച്ചു. അവൻ പൂജാഗിരികളുടെ അസ്ഥികളെ അവരുടെ ബലിപീഠങ്ങൾ ദഹിപ്പിക്കുകയും യഹൂദയെയും യെരൂശലേമിനെയും വെടിപ്പാക്കുകയും ചെയ്തു. അങ്ങനെ തന്നെ അവൻ മനശ്ശെയും എഫ്രൈമിന്റെയും ശിമയോന്റെയും പട്ടണങ്ങളിൽ നഫ്താലി വരെയും ചുറ്റിലും അവരുടെ ശൂന്യ സ്ഥലങ്ങളിൽ ചെയ്തു. അവൻ ബലിപീഠങ്ങളെ ഇടിച്ച് അശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും എല്ലാം തകർത്ത് പൊടിയാക്കി. ഇസ്രായേൽ ദേശത്തെ എല്ലായിടവും സകല സൂര്യസ്തംഭങ്ങളെയും വെട്ടിക്കളഞ്ഞ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഇത്ര തെറ്റിപ്പോയ ആ ജനതയെ അവനൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. എത്ര അനുഗ്രഹമാ. ചെറിയ കുഞ്ഞാണെങ്കിലും ആൾക്കാർ അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. 8-ാം വാക്യം. അവന്റെ വാഴ്ചയുടെ 18-ാം ആണ്ടിൽ ദേശത്തെയും ആലയത്തെയും വെടിപ്പാക്കിയ ശേഷം അവൻ അസല്യാവിന്റെ മകനായ ഷാഫാനെയും നഗരാധിപതിയായ മയശയെയും യോവാശിന്റെ മകനായ രായസക്കാരൻ യോവാഹിനെയും തന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ നിയോഗിച്ചു. ഒരു ചെറിയ കുഞ്ഞിന്, ഒരു ചെറിയ മകന് എന്തുമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. നമ്മൾ ആരും നമുക്ക് വിലയില്ലാന്ന് ചിന്തിക്കേണ്ട. ഒരാൾക്ക് അനേകരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അവൻ ദൈവ വഴികളിൽ അവളോ ദൈവ വഴിയിൽ നടക്കുമ്പോൾ ദൈവം നോക്കിയിരിക്കും അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി. ആലയത്തിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു വരിക. അങ്ങനെ 9-ാം വാക്യം. അവർ മഹാപുരോഹിതനായ ഹില്ക്കിയാവിന്റെ അടുക്കൽ ചെന്നപ്പോൾ വാതിൽ കാവൽക്കാരായ ലേവ്യർ മനശ്ശെയോടും എഫ്രൈമിനോടും ശേഷമുള്ള എല്ലാ ഇസ്രായേലിനോടും എല്ലാ യഹൂദന്മാരോടും ബെന്യാമീനോടും യെരൂശലേം നിവാസികളോടും
പിരിച്ചെടുത്ത് ദേവാലയത്തിൽ അടച്ചിരുന്ന ദ്രവ്യം ഏൽപ്പിച്ചു കൊടുത്തു. ആൾക്കാരെല്ലാം ഓരോന്ന് ചെയ്യും. ഒരാള് ശരിയാകാൻ തുടങ്ങിയപ്പം അവർ അത് യഹോവയുടെ ആലയത്തിൽ വേല ചെയ്യിക്കുന്ന മേൽവിചാരകന്മാരുടെ കയ്യിലും അവർ യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കുവാൻ തീർത്ത് നന്നാക്കുവാൻ ആലയത്തിൽ പണി ചെയ്യുന്ന പണിക്കാർക്ക് കൊടുത്തു. ചെത്തിയ കല്ല് ചേർപ്പം പണിക്ക് മരവും വാങ്ങേണ്ടതിനും യഹൂദ രാജാക്കന്മാർ നശിപ്പിച്ചിരുന്ന കെട്ടിടങ്ങൾ തുലാങ്ങൾ വെക്കേണ്ടതിനും ആശാരികൾക്കും പണിക്കാർക്കും തന്നെ. ദൈവം എങ്ങനെയാ പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരാള് ദൈവസന്നിധിയിൽ നിൽക്കാൻ തുടങ്ങുമ്പോൾ. അടുത്ത വാക്യം, ആ പുരുഷന്മാർ വിശ്വാസത്തിന്മേൽ പ്രവർത്തിച്ചു. ആക്ച്വലി ഇംഗ്ലീഷ് ബൈബിളിൽ ഇരിക്കുന്നത് ദേ ആക്ടഡ് ഫെയ്ത്ത്ഫുള്ളി എന്ന, വിശ്വസ്തയോടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. വിശ്വാസത്തിന്മേൽ പ്രവർത്തിച്ചു. ഇനി ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. 14ന്റെ അവസാനം ഓരോരോ വാക്യങ്ങളെ വിട്ട് വായിക്കുക. 14ന്റെ അവസാനം വന്നപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യഹോവ മോശ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി. ഒന്ന് ആലോചിച്ച് നോക്കിയ, ആ പുസ്തകം ഇതിന്റെ എല്ലാത്തിന്റെ ഇടയ്ക്ക് കിടക്കുമായിരുന്നു. പക്ഷെ വെടിപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അത് കണ്ടുകിട്ടിയോണ്ട് എന്താ ചെയ്തത്? 15, ഹിൽക്കിയാവ് രായസക്കാരനായ ഷാഫാനോട് ഞാൻ യഹോവയുടെ ആലയത്തിൽ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അത് കൊടുത്തയച്ചു. രാജാവിന്റെ കയ്യിലോട്ട് നമ്മൾ കൊടുത്തയച്ചായിട്ട് കാണുന്നുണ്ട്. 15 വാക്യം ഞാൻ വായിച്ചു. ബാക്കി വാക്യങ്ങൾ വായിക്കാം. 19ാമത്തെ വാക്യം, ഇത് ഷാഫാൻ അതിനെ രാജസന്നിധിയിൽ വായിച്ചു കേൾപ്പിച്ചു. ന്യായപ്രമാണത്തിലെ വാക്യങ്ങളെ കേട്ട് രാജാവ് വസ്ത്രം കീറി. വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമായത്. അതായത് ഇത്രയും നല്ലതായിട്ട് എല്ലാം ചെയ്യുക, എല്ലാം. അപ്പൊ അദ്ദേഹം ചിന്തിക്കേണ്ടത് എന്തോ, ഞാൻ എല്ലാം റെഡിയാക്കുന്നുണ്ട്. പക്ഷെ ദൈവവചനം കേട്ടപ്പോൾ അവൻ വസ്ത്രം കീറി എന്നായിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നമ്മളൊരു പ്രസംഗം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വചനം വായിക്കുമ്പോൾ നമ്മളെല്ലാം തികഞ്ഞവരാ, ഇത് മറ്റുള്ളവർക്കുള്ള വചനമെന്നാണോ കേൾക്കുന്നത്? അതോ എന്റെ വസ്ത്രം നമ്മുടെ ഹൃദയം കീറാൻ, കർത്താവേ എനിക്ക് വേണ്ടിയാണല്ലോ അങ്ങ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞ് മാനസാന്തരപ്പെടുവാൻ നമ്മൾ ദൈവസന്നിധിയിൽ താഴുന്നുണ്ടോ? എന്നെപ്പറ്റി ചിന്തിക്കുമായിരുന്നു. 21ാം വാക്യം, നിങ്ങൾ ചെന്ന് കണ്ടുകിട്ടിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ വാക്യങ്ങളെ കുറിച്ച് എനിക്കും ഇസ്രായേലിലും യഹൂദയിലും ശേഷിച്ചിരിക്കുന്നവർക്കും വേണ്ടി യഹോവയുടെ അരുളപ്പാട് ചോദിപ്പീൻ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും അനുസരിച്ച് നടക്കത്തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാർ യഹോവയുടെ വചനത്തെ പ്രമാണിക്കാതെ ഇരുന്നത് കൊണ്ട് നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന യഹോവയുടെ കോപം വലിയതല്ലോ. ഈ രാജാവ് ഇത് കേട്ടിട്ട് ഇനി പിന്നെ അതിന്റെ മേലെ ആക്ട് ചെയ്യുക, ആൾക്കാരോട് പറഞ്ഞു വിടുക, ഇതിനെപ്പറ്റി ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്, അടുത്ത സ്റ്റെപ്പ്. ഞാൻ ഓർക്കുമായിരുന്നു, ഞാൻ എങ്ങനെയാ ഈ കാര്യത്തിൽ ഒരു വചനം കേട്ടാൽ അയ്യോ ഞാൻ തെറ്റിപ്പോയല്ലോ, എങ്ങനെയാ അടുത്ത നമ്മൾ വചനം പഠിപ്പിക്കുന്ന ആളുടെ അടുത്തോട്ട് നമ്മൾ പോകുന്നുണ്ടോ? അതാ ഇവിടെ ഈ രാജാവ് യോശിയാവ് അങ്ങനെയാ ചെയ്തത്. അപ്പൊ 22ാം വാക്യത്തില്, അങ്ങനെ ഹിൽക്കിയാവും രാജാവ് നിയോഗിച്ചവരും ഹസ്രയുടെ മകനായ തൊഖത്തിന്റെ മകനായി രാജവസ്ത്ര വിചാരകനായ ശല്ലൂമിന്റെ ഭാര്യ ഹുൽദ എന്ന പ്രവാചിയുടെ അടുക്കൽ ചെന്നു. അവൾ യെരൂശലേമിൽ 2ാം ഭാഗത്ത് പാർത്തിരുന്നു. അവളോട് സംഗതിയെക്കുറിച്ച് സംസാരിച്ചു. അവൾ അവരോട് ഉത്തരം പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് പറയൂ. അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു, ഒരു എളിയ സഹോദരി, അവൾക്ക് ഈ ഒരു രാഷ്ട്രത്തിന്റെ മേലെയുള്ള അധികാരം ദൈവം കൊടുത്തത്, ഒരു വചനം പറഞ്ഞു കൊടുക്കാനായിട്ട്. ആ രാജാവിന്റെ താഴ്മ, നമ്മള് വചനം കേൾക്കുമ്പോൾ വചനം കേൾക്കാൻ അന്വേഷിക്കാൻ തീരുമാനിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. അന്വേഷിക്കാൻ തീരുമാനിച്ചപ്പോ ദൈവം എല്ലാം ടക്ക് 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 ടക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. പുള്ളി ചിന്തിച്ചില്ല, അയ്യോ ഞാൻ ഇത്രയും കുളമായിട്ട് കിടക്കുന്ന ഈ രാജ്യത്തെ ഞാൻ എങ്ങനെ ശരിയാക്കും, ചിന്തിച്ചില്ല. പുള്ളിക്ക് കിട്ടിയ വെളിച്ചം അനുസരിച്ച് പുള്ളി ചെയ്യാൻ തുടങ്ങി. അപ്പൊ ദൈവത്തിന്റെ വചനം മറിഞ്ഞു കളഞ്ഞുപോയ ന്യായപ്രമാണ പുസ്തകം കണ്ടുപിടിച്ചു കൊടുത്തു. അതനുസരിച്ച് പുള്ളി ചെയ്യാൻ തുടങ്ങി. പക്ഷെ അത് വായിച്ചു കേട്ടപ്പോൾ താൻ വസ്ത്രം കീറി. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടെന്നുള്ളത് അറിയാനായിട്ട് ഈ പ്രവാചകയുടെ അടുക്കലോട്ട് ആൾക്കാരെ പറഞ്ഞു വിട്ടു. പ്രവാചക കഴിഞ്ഞ പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. 27ാം വാക്യം വായിക്കുമ്പോൾ, യഹോവ 26ന്റെ ലാസ്റ്റ് തൊട്ട്, നീ കേട്ടിരിക്കുന്ന വചനങ്ങളെ കുറിച്ച് ഇസ്രായേൽ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ സ്ഥലത്തിനും നിവാസികൾക്കും വിരോധമായുള്ള ദൈവത്തിന്റെ വചനങ്ങൾ നീ കേട്ടപ്പോൾ നിന്റെ ഹൃദയം അലിഞ്ഞ് നീ അവന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുകയും എന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തി നിന്റെ വസ്ത്രം കീറി എന്റെ മുമ്പാകെ കരയുകയും ചെയ്യുകൊണ്ട് ഞാനും നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. ഞാനപ്പോ അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാ, ബിക്കോസ് യുവർ ഹാർട്ട് വാസ് ടെൻഡർ ആൻഡ് യു ഹംബിൾഡ് യുവർസെൽഫ് ബിഫോർ ഗോഡ് when you heard his words against his place and against his inhabitants, because you humbled yourself before me, tore your clothes and wept before me, I truly have heard you. ഞാൻ ഓർക്കുന്നത് എത്ര കുറവാ ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന്. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴുള്ള നമ്മൾ കരയാറുണ്ടോ?
ഇന്നലെ ഞാൻ ആക്ച്വലി ഇതിന്റെ അടുത്ത ചാപ്റ്റർ ഞാനൊരു സഹോദരൻ ഒരു ഡെയിലി ഡിവോഷൻ കിട്ടത് കേൾക്കുമായിരുന്നു. അടുത്ത രാജാവിനെ പറ്റി. അടുത്ത രാജാവ് വരുമ്പോൾ ഇദ്ദേഹത്തിന് തന്നെ മകനാ. അത് വരുമ്പോൾ വളരെ ഓപ്പോസിറ്റാ കാണുന്നത്. ഞാനത് വായിച്ചപ്പോൾ ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴത് ഓർത്തത്. കരയുമായിരുന്നു. ഹോൾ ഡേ ഞാൻ മോർണിംഗ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഞാൻ കരഞ്ഞുകൊണ്ടാ പോയത്. കർത്താവേ, എത്ര എനിക്ക് തെറ്റാൻ പറ്റും, തെറ്റിപ്പോവാൻ പറ്റും എന്നുള്ള ഒരു കാര്യം എന്നെ പ്രൊട്ടക്ട് ചെയ്യണമേ എന്നുള്ള ഒരു വാക്ക്. അപ്പൊ കർത്താവ് നോക്കുന്നത് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഹൃദയം അലിയുന്നുണ്ടോ? ഈ 27 വാക്യം, നിന്റെ ഹൃദയം അലിഞ്ഞ് നീ അവന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുകയും എന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തി നിന്റെ വസ്ത്രം കീറി എന്റെ മുമ്പാകെ കരയുകയും ചെയ്തതുകൊണ്ട്. ദൈവം ഇങ്ങനെയുള്ള ഹൃദയത്തെയാ ദൈവം നോക്കുന്നത്. കർത്താവ് 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 നോക്കിയിരിക്കുക ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഇത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ വളരെ സങ്കടപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാണ് ഞാൻ ആക്ച്വലി എൻ്റെ ഇന്നത്തെ വചനഭാഗം. അതായത് ഒരാള് അതിനു മുമ്പാകെ ഞാൻ വേറൊരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 10:12. 1 കൊരിന്ത്യർ 10:12. 1 കൊരിന്ത്യർ 10:12. ആകിയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. നമ്മൾ വിചാരിക്കും നമുക്ക് നമ്മളെപ്പറ്റി തന്നെ രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ചിലപ്പോൾ നമ്മളെപ്പറ്റി തന്നെ നമുക്കൊരു അഭിപ്രായം കാണത്തില്ല. ചിലപ്പോൾ നമുക്ക് നമ്മളെപ്പറ്റി ഒത്തിരി കൂടുതൽ അഭിപ്രായം കാണും. നമ്മളെല്ലാം നല്ലതായിട്ടാ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റാ ശരിയാ എന്നുള്ളൊരു കാര്യം കാണും. യാക്കോബിന്റെ ലേഖനം കൂടെ വായിക്കാം. തിരിച്ച് നമുക്ക് എന്നിട്ട് ദിനവൃത്താന്തത്തിലോട്ട് വരാം. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. ഇന്ന് രാവിലെ ദൈവം എന്നെ ഓർപ്പിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. നീ എല്ലാം ചെയ്തിട്ടൊരു കാര്യം. ആക്ച്വലി ഞാൻ ഇന്നലെ എല്ലാം കർത്താവ് എന്താ വചനം പറയേണ്ടത്. അപ്പൊ ഞാൻ ഞാൻ എപ്പോഴും കഴിഞ്ഞ ഒരാഴ്ച കർത്താവ് എങ്ങനെയാ എന്തൊക്കെയാ എന്നെ പഠിപ്പിച്ചതെന്ന് ഓർക്കും. അപ്പൊ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്തത് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ എനിക്കും കർത്താവിന് വേണ്ടി നിൽക്കാൻ പറ്റിയതൊക്കെ ഞാൻ ഓർത്തു. പക്ഷെ ദൈവം എനിക്ക് ഓർപ്പിച്ചു, നീ ഇതെല്ലാം പറയാൻ പോവാൻ ഞാൻ നിന്നെ സമ്മതിക്കത്തില്ല. ഇന്നലെ രാത്രി നീ റൂഡായിട്ട് നിന്റെ ഹസ്ബൻഡിനോട് സംസാരിച്ചു, ഒരു റെസ്പെക്ട് ഇല്ലാതെ സംസാരിച്ചു. അത് ശരിയാക്കാതെ വചനം തൊടാൻ ഞാൻ നിന്നെ അനുവദിക്കത്തില്ല. ആക്ച്വലി യോശുവാവിന്റെ ഇപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാനത് ഇനിയും വായിക്കാം. തിരിച്ച് നമുക്ക് ദിനവൃത്താന്ത പുസ്തകത്തിലോട്ട് വരാം. 35-ാം അധ്യായം. 2 ദിനവൃത്താന്തം 34 നമ്മൾ വായിച്ചു. 35-ന്റെ 20 തൊട്ട് ഈ വളരെ സങ്കടത്തോടെ ഞാനത് വായിക്കുമായിരുന്നു. 35-ന്റെ 20 തൊട്ട് നമ്മളിത് വായിക്കുമ്പോൾ നമ്മളെ ആ സ്ഥാനത്ത് വെക്കാം. യോശുവാവ് ദൈവാലയത്തെ യഥാസ്ഥാനത്താക്കുക മുതലായ ഈ കാര്യങ്ങളൊക്കെയും കഴിഞ്ഞ ശേഷം, അതായത് നമ്മൾ ദൈവത്തിന് വേണ്ടി എല്ലാം നിൽക്കുക, അതെല്ലാം ശരിയാ. പക്ഷെ അതിന് ശേഷം മറ്റു 2 വാക്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെക്കാം. നിൽക്കുന്നു എന്ന് തോന്നാൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. മറ്റേതാണെങ്കിൽ എല്ലാ കമാൻഡ്മെന്റ്സും ദൈവം പറഞ്ഞ എല്ലാം അനുസരിച്ചിട്ട് ഒന്നിൽ തെറ്റിപ്പോയാൽ സകലത്തിലും തെറ്റിപ്പോയതായിട്ട് ദൈവം കണക്കാക്കുന്നു. അപ്പൊ യോശുവാവ് ദേവാലയത്തെ യഥാസ്ഥാനത്താക്കുക മുതലായ ഈ കാര്യങ്ങളൊക്കെയും കഴിഞ്ഞ ശേഷം മിസ്രൈം രാജാവായ നെഖോ ഫ്രാത്തിന് സമീപത്തുള്ള കർക്കമിഷ് ആക്രമിപ്പാൻ പോകുമ്പോൾ യോശുവാവ് അവന്റെ നേരെ പുറപ്പെട്ടു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ മിസ്രൈം രാജാവായ നെക്കോഫ്രാത്ത്, ആ മനുഷ്യന് അയാൾ വേറൊരു സ്ഥലത്ത്, ആക്ച്വലി അസീറിയൻ എംപയർ, അവരെ ആക്രമിക്കാനായിട്ട് പോവുക. ഈ യോശുവാവ് ഇത് കണ്ടുകൊണ്ട് അവന്റെ നേരെ പുറപ്പെട്ടു. ഈ ഒരു നിമിഷ നേരത്തേക്ക് ഈ യോശുവാവ് ഈ എല്ലാ ദൈവത്തോട് ചോദിക്കുന്നതും ഇത് പോകേണ്ട ആവശ്യമുണ്ടോ എന്നും യോശുവാവുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്ത കാര്യമായി ഇത്. യോശുവാവിന് നേരെ പുറപ്പെട്ടു. എന്നാൽ അവന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ആരാ? ഈ നെക്കോഫ്രാത്ത്, മിസ്രൈം രാജാവ് നെക്കോഫ്രാത്ത് യോശുവാവിന് അടുത്തോട്ട് യോശുവാവ് വരുന്ന കണ്ടോണ്ട് അവന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. യഹൂദ രാജാവേ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഞാൻ ഇന്ന് നിന്റെ നേരെ അല്ല, എനിക്ക് യുദ്ധമുള്ള ഗ്രഹത്തിന്റെ നേരെ അത്ര പുറപ്പെട്ടിരിക്കുന്നത്. ദൈവം എന്നോട് ബന്ധപ്പെടുവാൻ കൽപ്പിച്ചിരിക്കുന്നു. എന്റെ പക്ഷത്തിലുള്ള ദൈവം തന്നെ, ദൈവം നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവനോട് ഇടപെടരുത് എന്ന് പറയിച്ചു. ആ വാക്യം ഇംഗ്ലീഷിൽ വളരെ വളരെ സ്ട്രോങ് ആ. ഞാനൊന്ന് വായിക്കട്ടെ. What have we to do with each other, O King of Judah? I am not coming against you, but against the house with which I am at war. And God has ordered me to hurry. Stop for your own sake from interfering with God.
ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിനെതിരെ നമ്മൾ ഇന്റർഫിയർ ചെയ്യും ചില സമയത്ത്. ഈ യോശിയാവ് ചെയ്തതുപോലെ ഇന്റർഫിയറിങ് വിത്ത് ഗോഡ്. ദൈവത്തോട് ഇടപെടരുത് എന്ന് പറയിച്ചു. 22 എങ്കിലും യോശിയാവ് വിട്ടുതിരിയാതെ അവനോട് യുദ്ധം ചെയ്യേണ്ടതിന് വേഷം മാറി. ഡിസ്ഗൈസ് ചെയ്തെന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അതായത് താൻ ഇങ്ങനെ പോകുന്ന സമയത്ത് താൻ ദൈവം പറഞ്ഞത് അനുസരിച്ചില്ല. അവൻ ആ യുദ്ധത്തിൽ പോകേണ്ട ഒരാവശ്യമില്ലായിരുന്നു. മാറി നെഖോ പറഞ്ഞ ദൈവവചനങ്ങളെ കേൾക്കാതെ അവൻ മെഗീദോ താഴ്വരയിൽ യുദ്ധം ചെയ്യുവാൻ ചെന്നു. വില്ലാളികൾ, അപ്പൊ ഇയാൾ ഡിസ്ഗൈസ് ചെയ്തിട്ട് രാജാവെന്ന് വേഷം മാറിയിട്ടാ പോയിരിക്കുന്നത്. അങ്ങനെ പോകാൻ എന്താ കാരണം? കാരണം പുള്ളി ഇപ്പൊ സ്വന്തമായിട്ട് എല്ലാം ചെയ്യുന്നത്, ദൈവം പറഞ്ഞ അനുസരിച്ചല്ല ഈ ഒരു നിമിഷം പുള്ളി ചെയ്യുന്നത്. വേഷം മാറി ദൈവവചനങ്ങൾ കേൾക്കാതെ പോയി. വില്ലാളികൾ യോശിയ രാജാവ് 23 എയ്തു, രാജാവ് തന്റെ ഭൃത്യന്മാരോട് എന്നെ കൊണ്ടുപോകുവിൻ, ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവന്റെ ഭൃത്യന്മാർ അവനെ രഥത്തിൽ നിന്ന് ഇറക്കി അവന്റെ 2-ാം രഥത്തിലാക്കി യെരുശലേമിൽ കൊണ്ടുവന്നു. അവൻ മരിച്ചു. അവന്റെ പിതാക്കന്മാരുടെ ഒരു കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. എല്ലാ യഹൂദയും യെരുശലേമിലും യോശിയാവിനെ കുറിച്ച് വിലപിച്ചു. യിരെമ്യാവും യോശിയാവിനെ കുറിച്ച് വിലപിച്ചു. യിരെമ്യ പ്രവാചകനെ പറ്റി ഇന്നലെ ഞാൻ വചനം കേൾക്കുമായിരുന്നു, വായിക്കുകയും കേൾക്കുമായിരുന്നു. യിരെമ്യ പ്രവാചകൻ ഈ സമയത്ത് വളരെ വിലാപങ്ങളും ഒക്കെ എഴുതുന്ന സമയം, അതിന്റെ പ്രവചനം ഇസ്രായേൽ മക്കളെ പറ്റി ഒക്കെ ഉള്ളത് ദുഃഖിച്ചെഴുതുന്ന സമയത്താണ് ഈ ഒരു രാജാവ്, നല്ല രാജാവ്, യിരെമ്യാവ് തന്നെ പറ്റി വിലപിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എല്ലാരും വിലപിച്ചു. എത്ര പെട്ടെന്ന്! ഇവിടെ ആക്ച്വലി സത്യം പറയാൻ ദൈവത്തിന്റെ ഒരു കരുണയാ കാണുന്നത്. അതായത് ഈ പുള്ളി എപ്പം തെറ്റാൻ തുടങ്ങിയോ, ഇത്രയും ദൈവത്തിന് വിശ്വസ്തനായിട്ട് നിന്നത് കൊണ്ട് ദൈവം അവനെ അവിടെ കൊല്ലപ്പെടേണ്ടതായിട്ട് അനുവദിക്കേണ്ടി വന്നു. ഞാൻ ഓർക്കുവാണ്, പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇടപെട്ടേ പറ്റുള്ളൂ. നമ്മൾ ദൈവം പറയുന്നത് എല്ലാം അനുസരിച്ചിട്ട് ഒരെണ്ണത്തിൽ തെറ്റിപ്പോയാൽ നമ്മുടെ എല്ലാത്തിനെയും ദൈവം അവിടെ നിർത്തേണ്ടി വരും ദൈവത്തിന്. കാരണം പിന്നെ നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ പാപത്തിലോട്ട് പോകും. അങ്ങനെ നമുക്ക് വരാതിരിക്കട്ടെ എന്ന് എനിക്ക് തന്നെ ഒരു വാർണിംഗ് എടുക്കുമായിരുന്നു. നിൽക്കുന്നു എന്ന് തോന്നുന്നു. അതാ ഞാൻ പറഞ്ഞത്, കർത്താവ് എന്നോട് പറഞ്ഞു എല്ലാ വാക്യങ്ങളും ഒക്കെ വളരെ കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. പക്ഷെ നീ എങ്ങനെ നിന്റെ ഹസ്ബൻഡിനോട് റൂഡായിട്ട് സംസാരിക്കാം? എന്തെങ്കിലും കാര്യം ആയിക്കോട്ടെ. ഞാൻ അത് തന്നെ എന്റെ ഹൃദയത്തിൽ അതാണ് ആക്ച്വലി ഇന്നത്തെ ഷെയറിങ്. ഞാൻ ഈ ഭാഗം അല്ല ഷെയർ ചെയ്യാൻ നിന്നത്. ദൈവം ഏറ്റവും തിരക്കുള്ള ജീവിതത്തിലും എത്രയെല്ലാം പിന്നെയും വരുമ്പോഴും ദൈവം എങ്ങനെ അതിശയമായിട്ട് നടത്തും എന്നുള്ളത് ഷെയർ ചെയ്യാനായിട്ട് ഇരുന്നത്. പക്ഷെ ദൈവം പറഞ്ഞു, അല്ല, നീ ചെയ്തത് തെറ്റാണ്. ദൈവകൃപയാലെ എനിക്കത് പരിശുദ്ധാത്മാവ് പറഞ്ഞത് മനസ്സിലാക്കുവാനും തെറ്റ് തിരുത്തുവാനും ഇന്ന് രാവിലെ സാധിച്ചു. അതിനുശേഷമേ ഈ വചനം എടുക്കാൻ ദൈവനെ അനുവദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ സൂക്ഷിക്കാം. നമ്മൾ വിചാരിക്കും നമ്മൾ ആ മീറ്റിങ്ങിന് പോകുന്നുണ്ട്, നമ്മൾ വചനം പ്രസംഗിക്കുന്നുണ്ട്, നമ്മൾ വചനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സുവിശേഷം പറയുന്നുണ്ട്. പക്ഷെ കർത്താവിന്റെ വാക്ക് ഒരു ഒരു വിട്ട ഇടത്തോട്ടോ വലത്തോട്ടോ, ഞാൻ ഇന്നലെ ചിന്തിക്കുമായിരുന്നു. ഞങ്ങള് സൺഡേ സ്കൂളിന്റെ കാര്യത്തിൽ ഞങ്ങളൊരു സഹോദരിയെ ഏൽപ്പിച്ചിട്ടുണ്ട് സൺഡേ സ്കൂൾ നടത്തുന്ന കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട്. അപ്പം സൺഡേ സ്കൂളിന്റെ ചെറിയൊരു റീഅറേഞ്ച്മെന്റിൽ എനിക്ക് തോന്നി ഇന്ന കാര്യം ചെയ്താൽ നല്ലതായിരിക്കുന്നു. പക്ഷെ ദൈവാത്മാവിനോട് പറഞ്ഞു, ഇന്ന സഹോദരിയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്, ആ സഹോദരിക്ക് ഞാൻ വിസ്ഡം കൊടുക്കും എങ്ങനെയാ ചെയ്യുന്നത്. ഞാനപ്പോ പ്രിയ മകളോട് ഞാൻ സംസാരിച്ചു. പ്രിയ മകള്, ഞാൻ ചിന്തിക്കാത്ത വേറൊരു ഐഡിയ പറഞ്ഞു തന്നു. ഉടനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് അവിടെ അതനുസരിക്കാനായിട്ട് ദൈവം സഹായിച്ചു. ഞാൻ ഓർക്കുക, ദൈവം ആഗ്രഹിക്കുന്ന അതാ. ദൈവം തന്നിട്ടുള്ള അതോറിറ്റി ചിലപ്പം ആ രീതിയിൽ നമ്മളുടെ മേലെ അതോറിറ്റി നമ്മളെക്കാട്ടിലും പ്രായം കുറഞ്ഞവരായിരിക്കും. പക്ഷെ ദൈവവചനം, ഈ യോശിയാവ് 8 വയസ്സിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പൊ എപ്പോഴും നമുക്കൊരു താഴ്മ ദൈവം ആഗ്രഹിക്കുക. താഴ്മയാണ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം മുഴുവൻ. ഇല്ല, ഞാൻ പറയുന്നത് ശരിയാണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതോടെ ദൈവത്തിന്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നിന്നു എന്ന് പറയാം. ദൈവത്തിന് നമ്മളെ ഇവിടെ യോശിയാവ് മരിക്കേണ്ടി വന്നു. കാരണം ദൈവത്തിന് അറിയാം, ചിലപ്പോ ഈ രീതിയിൽ പോയാൽ ഇനി ഒത്തിരി രാജാക്കന്മാർ അങ്ങനെ ചെയ്തവരുണ്ട്. അതുകൊണ്ട് ദൈവം പ്രിമച്വറായിട്ട് അവനെ ഈ ലോകത്തിൽ നിന്ന് മാറ്റേണ്ടി വന്നു. ചിലപ്പോ നമ്മളെ അങ്ങനെ മാറ്റിയെന്ന് വരത്തില്ല. ദൈവം നമുക്ക് കുറച്ചും കൂടെ ഒരു സമയം തരും നമ്മുടെ തെറ്റുകളെ തിരുത്താനായിട്ട്. എന്റെ വചനം ശ്രദ്ധിക്കുന്ന ഞാനും, ഈ ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്ന ഞാനും, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ ഈ വചനം ഏറ്റവും വില കൊടുത്ത് നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് നമുക്ക് നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കി തരുമ്പോൾ നമുക്ക് നമ്മളതിനെപ്പറ്റി മാനസാന്തരപ്പെട്ട ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി നമുക്ക് ടെൻഡർ ആകാം ദൈവവചനത്തിനോട്. ദൈവം നമ്മളെ സഹായിക്കട്ടെ.
ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ദൈവം നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ദൈവമേ, നിന്റെ സന്നിധിയിലായിരിക്കാൻ അവിടുത്തെ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കർത്താവേ, പ്രത്യേകിച്ചും കർത്താവെ ബിന ചേച്ചിയെ ലീഡ് ചെയ്യുവാനൊക്കെയും സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, മകളെ ധാരാളമായി അനുഗ്രഹിക്കുകയും നടത്തുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവെ, ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളെ കർത്താവെ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ ബോധവാന്മാരായിരിക്കാൻ കർത്താവെ അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കുകയും കർത്താവെ ഇടപെടുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കർത്താവെ എത്ര കർത്താവെ നിന്റെ സന്ധിയിൽ വിശുദ്ധരാന്ന് പറഞ്ഞാലും കർത്താവെ ദൈവമേ, അതൊന്നും കർത്താവെ കറവുണ്ട തുണികളാണല്ലോ കർത്താവെ. ഞങ്ങളെ തന്നെ കർത്താവെ കീറുവാൻ കർത്താവെ രട്ടിലും വെണ്ണീരിലുമായിരിക്കാൻ കർത്താവെ ഞങ്ങളുടെ ആത്മാവിനെ കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവെ ശുദ്ധീകരിപ്പാൻ കർത്താവ് സഹായിക്കണം. കർത്താവെ, അവിടുന്ന് സഹായിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. കർത്താവെ, ഞങ്ങളാൽ അസാധ്യമാണ്. കർത്താവെ, ഞങ്ങൾക്ക് കർത്താവെ കഴിവില്ല. എന്നാൽ കർത്താവെ ഞങ്ങള് ബലഹീനതയെ വരുന്ന ദൈവശക്തിയാൽ ദൈവമേ നീ ഞങ്ങളെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവെ അവിടുന്ന് കർത്താവെ ഞങ്ങളുടെ വചനത്തിനായി സ്തോത്രം. കർത്താവെ, അവിടെ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സകലവും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.